കെ.എസ്. ചിത്ര ഈ പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിക്കണം, വിളക്ക് വെക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോയിലൂടെയാണ് ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ചിത്രയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആരൊക്കെ വീഡിയോ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് അവർ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി പ്രതികരിച്ചതാണ് കെ.എസ്. ചിത്ര എന്ന രീതിയിൽ മാഷ് കാണുന്നുണ്ടോ? സ്മൃതി, കെ.എസ്. ചിത്ര ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് അവരുടെ മതഭക്തിയോ അവരുടെ രാഷ്ട്രീയ ചായ്വോ വെളിപ്പെടുത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിനെ വിമർശിക്കാൻ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, അവരുടെ നിലപാട് എന്തുകൊണ്ട് തെറ്റാണ്, അല്ലെ എന്തുകൊണ്ട് അത് വിമർശന വിധേയമാണ് എന്ന് അവരോട് യുക്തിപൂർവം പറയുന്നതിന് പകരം അവരുടെ സംഗീതത്തെയും അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ വ്യക്തിജീവിതത്തെയും അവരുടെ അന്തസ്സിനെയും ഒക്കെ ആക്രമിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായൊരു സംഗതിയാണ്. ഇപ്പോൾ ഇത് വ്യക്തിപരമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ഒരു പ്രധാനപ്പെട്ട ആശയം. വ്യക്തിപരമായതെന്തും രാഷ്ട്രീയമാണ്. അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ, അവരൊരു പാർട്ടിയിൽ അംഗമാണോ, അപ്പോൾ അവർ BJP മെമ്പർഷിപ്പ് എടുത്തോ, അല്ലെ സംഘപരിവാറിൻ്റെ ആദർശങ്ങൾ പിന്തുണയ്ക്കുന്ന ആളാണോ എന്നൊന്നും വിഷയമല്ല. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ആശയമാണിത്. വ്യക്തിപരമായതെന്തും രാഷ്ട്രീയമാണ്. എനിത്തിങ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ ഇത് രാഷ്ട്രീയമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ആശയം ഒരു 50 കൊല്ലമായി ലോകത്തൊക്കെ നടപ്പുള്ളതാണ്. വളരെ പ്രസിദ്ധയായ അമേരിക്കയിലെ കരോൾ ഹാനിഷ് എന്നുപേരായ സ്ത്രീവാദ പ്രവർത്തക 1969 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് അങ്ങനെയാണ്, പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ അതിൽ പൊളിറ്റിക്സ് വരും. അവർ പാർട്ടി മെമ്പറാണോ അല്ലേ, അല്ലെങ്കിൽ പാർട്ടി അനുഭാവിയാണോ അല്ലേ, ഒരു പാർട്ടി പറഞ്ഞതുകൊണ്ടൊരു വീഡിയോ ചെയ്തു കൊടുത്താണോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. അതിലൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം കെ.എസ്. ചിത്രയെ കൊണ്ട് ഇപ്പോൾ പാർട്ടി അങ്ങനെ ചെയ്യിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ സ്വന്തം നിലയ്ക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. എന്തുകൊണ്ടാണ്? അവർക്ക് ധാരാളം ആരാധകന്മാരുണ്ട്. അവർ നമ്മുടെ കലാജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്ക് വലിയ കടപ്പാടുള്ള ഒരു കലാകാരിയാണ് അവർ. അപ്പോൾ അവരുടെ കലയെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ഈ നിലപാടിനെ വിമർശിക്കുന്നു. അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനൊരു അന്തസ്സുള്ള ഭാഷ വേണം. ജനാധിപത്യത്തിൽ യോജിപ്പും വിയോജിപ്പും ഒക്കെ അതിൻ്റെ സ്വാഭാവികമായ രീതികളാണ്. യോജിക്കാനാണെങ്കിലും വിയോജിക്കാനാണെങ്കിലും അന്തസ്സുള്ള ഒരു ഭാഷ വേണം. അവരൊരു കലാകാരിയാണ്, ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ്. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് കണക്കാക്കാതെ ഇതുവരെ ഞങ്ങൾ അങ്ങനെ കണക്കാക്കിയില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ല. അവർക്കിപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിഞ്ഞൂടാ, അവരെ വേറെ ഞാൻ വായിച്ചിട്ടില്ല. അതായത് BJPയുടെ രാഷ്ട്രീയത്തിൽ പങ്കാളിയാണോ അവരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ അവർ വെറും ഭക്തി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ആയിക്കോട്ടെ, അല്ലെ രാഷ്ട്രീയം കൊണ്ടാണ്, അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ ജനാധിപത്യത്തിലുള്ളതാണെന്നേ. അതിപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചില്ല, അല്ലെ കലാകാരന്മാർ, അല്ലെ കലാകാരികൾ, സാഹിത്യകാരന്മാർ ഇന്ന ഒരു രാഷ്ട്രീയ പക്ഷമേ പിടിക്കാവൂ എന്ന് പറയാൻ പറ്റില്ല. പാക്കിത്തം വലിയ കവിയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അദ്ദേഹം അവസാന കാലത്ത് തപസ്സയുടെ അധ്യക്ഷനായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു താരതമ്യം അത്ര ശരിയാകില്ല എന്ന് തോന്നുന്നു. കാരണം കെ.എസ്. ചിത്രയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടില്ല എന്നാണ് ഞാൻ അവരുടെ വ്യക്തിപരമായി അടുപ്പമുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ആര് വീഡിയോ ചെയ്തു തരാൻ ആവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കും. അത് പള്ളിയുടേതായാലും ക്ഷേത്രത്തിൻ്റെതായാലും മുസ്ലിം പള്ളിയുടേതായാലും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ അടുപ്പമുള്ളവർ പറഞ്ഞത്. മറ്റൊന്ന്, ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കോടതിയും ഭരണ സംവിധാനവും ഒക്കെ അംഗീകരിച്ചതാണല്ലോ ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണം എന്നുള്ളത്. അങ്ങനെ വരുന്ന ക്ഷേത്രമാണ്. അതിനെ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്ന ഒരു കലാകാരിയെ ഈ രൂപത്തിൽ ആക്രമിക്കുന്നത് ശരിയാണോ? നേരത്തെ മാഷ് പറഞ്ഞു അവർക്ക് രാഷ്ട്രീയമാകാം, പ്രയോഗിക്കുന്ന ഭാഷ ശരിയാകണമെന്ന്. അങ്ങനെയാണെങ്കിൽ പോലും ആ രൂപത്തിലല്ല, അവർക്ക് ആ രാഷ്ട്രീയമില്ല. അവിടെ ഒരു പള്ളി പൊളിച്ച് പണിത ക്ഷേത്രമാണ് എന്നുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത രീതിയിൽ അത്രത്തോളം രാഷ്ട്രീയമായി അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കല എന്ന ഒരു ചുറ്റുവട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കലാകാരിയാണ്. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ എന്നാണ് ചിത്രയുമായി അടുപ്പമുള്ളവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ക്രൂരമല്ലേ മാഷെ? അത് തീർച്ചയായിട്ടും. അതായത് ആരോടിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുമ്പോൾ എനിക്കൊക്കെ പരിചയമുള്ള എത്ര ആളുകൾ മലബാറിലൊക്കെ എനിക്ക് പലരും നേരിട്ടറിയാം. അവർ എല്ലാ പാർട്ടിക്കും പാട്ട് എഴുതി കൊടുക്കും.
അതുപോലെ എല്ലാ പാർട്ടിക്കും വേണ്ടി കാസറ്റ് ഉണ്ടാക്കും, എല്ലാ പാർട്ടിക്കും വേണ്ടി ബാനർ എഴുതുന്നില്ലേ, ചുമര എഴുതുന്നില്ലേ, വീഡിയോ ഉണ്ടാക്കുന്നില്ലേ. അങ്ങനെ അതൊക്കെ ഇപ്പം അതേ കൂട്ടത്തിൽ തീർച്ചയായിട്ടും BJPയുടെ രാഷ്ട്രീയം ഈ 22-ാം തീയതി പ്രതിഷ്ഠാ പരിപാടിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവരുടെ രീതിയാണ്. അതങ്ങനെ രാഷ്ട്രീയമാക്കിയതിനെ എതിർക്കുന്ന ആളിൽ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുക എന്നല്ലാതെ അതിനൊരാൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഏത് പണിയെടുക്കുകയാണെങ്കിലും ജനാധിപത്യത്തിൽ പൗരാവകാശം, സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടിപ്പോൾ ചിത്രയ്ക്ക് ഈ രാഷ്ട്രീയ ലൈൻ ഇല്ല, വേണ്ട, അവർക്ക് ഇതിൽ ബിസിനസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമാണ്, അവർ ഭക്തയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വളരെ കൃത്യമായിട്ട് അവരെ ഭക്തിയാണ്. അപ്പോൾ ഭക്തയാണെങ്കിൽ അവർക്ക് അതെ രാമനാമം ജപിക്കണം എന്ന് അവർക്ക് മോഹം ഉണ്ടാവും, മറ്റുള്ളവർ ജപിക്കണം എന്ന് അവർ പറയുന്നുണ്ടാവും, അല്ലെ 5 തിരിയിട്ട വിളക്ക് കൊളുത്തണം എന്ന് പറയുന്നുണ്ടാവും. അതൊക്കെ പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ അതിനെ വിമർശിച്ചോളൂ. ഇതിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം അറിഞ്ഞിട്ടോ അറിയാതെയോ നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ ആരാധികമാർക്ക് പറയാം. പക്ഷെ ആ പറയുന്നതിന് ഒരു നിലവാരം വേണം, ഒരു അന്തസ്സ് വേണം. രാഷ്ട്രീയത്തിൽ നമുക്ക് എപ്പോഴും ആളുകളോട് യോജിക്കും വിയോജിക്കും വേണ്ടി വരും. ആ രണ്ടിനാണെങ്കിലും അതിൻ്റെ നിലവാരമുള്ള ഭാഷ വേണം, ആ തരത്തിലുള്ള ചിത്രങ്ങൾ വേണം. ഇതങ്ങനെ അല്ലാതെ പോകുന്നത് കേരളത്തിൽ മൊത്തത്തിൽ മാനക്കേടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എന്താണ് നമ്മുടെ ഒരു കലാകാരിയോട് ചെയ്യുന്നത്? അവരോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളപ്പോൾ നാളെ അവർ രാഷ്ട്രീയം മാറി മറ്റേ ഭാഗത്ത് ഒന്നും വിചാരിക്കുക. അങ്ങനെ വരാമല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ ഈ പറഞ്ഞൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ അവർ പാടി എന്നല്ലേ. അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീരാമ ഭക്തയാണ് എന്നതുകൊണ്ട് ശ്രീരാമ ഭക്തയാണ് ഞാൻ പറയുന്നത് വിമർശിക്കാം. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ അന്തസ്സുള്ള ജനാധിപത്യപരമായ ഒരു ഭാഷ ഉപയോഗിച്ച് മാത്രമേ ആരോടും അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.